മക്കൾക്ക് എത്ര വയസ്സായാലും അമ്മമാർക്ക് അവരെന്നും കുട്ടികൾ തന്നെയായിരിക്കും. വലിയുഞ്ഞേ ചായ. ആ അവിടെ വച്ചേക്കല്ലേ? എന്തു പറ്റി വലിയുഞ്ഞിന്? വേദന കുറവുണ്ടോന്ന് പോലും തിരക്കിയില്ലല്ലോ. കല്യാണി ഇതുവരെ പോയില്ലായിരുന്നു. അവിടെ വെച്ചിട്ട് പൊയ്ക്കോ കല്യാണി. കല്യാണി എങ്ങനെയുണ്ട്? കാലിന് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. കുഴപ്പമില്ല വലിയുഞ്ഞേ. അതാ മുള്ളങ്കി തിന്നപ്പോ ആദ്യം ഒരു ചവർപ്പുണ്ടായിരുന്നില്ലേ? അത് വേദന ഭേദമാവാനായിരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? അതിന്റെ ഈ കൈപുണ്യം കൊണ്ടാ. ഇനി ഒരു വേദന ഉണ്ടാവില്ല. തേളല്ല പെരുമ്പാമ്പിന്റെ കടിയേറ്റാലും ഇങ്ങോട്ട് പറഞ്ഞാ മതി. മുകളിലൊരാളുണ്ട് കല്യാണിയെ നോക്കാൻ. മനസ്സിലായോ? മനസ്സിലായി വലിയുഞ്ഞേ. താങ്ക്സ്. ആഹാ, ഇന്നലെ രാത്രിയിലത്തെ പോലെ വീണ്ടും ഇംഗ്ലീഷോ? എനിവേ യു വെൽക്കം. എന്നാ ചെല്ല്. ആ എനിക്ക് ഒരു കോഫി കൂടെ വേണ്ടി വരും. ശരി വലിയുഞ്ഞേ. ശരി. Children were not happy because the selfish giant put them out of his house. Now they have nowhere to play, so they are unhappy. Second question. Why did the selfish giant didn't allow the children to play in his garden? Answer. Because the giant was so selfish that he didn't like this. ചായ. ഞാനിപ്പോ അങ്ങോട്ട് ചായ കുടിച്ചതല്ലേ ഉള്ളൂ. ഇതെന്താ വീണ്ടും ചായ? അതോ അത് എന്റെ അനിയും കൂടി ഇരുന്ന് പഠിക്കുന്ന കണ്ടപ്പോ ചേച്ചിയുടെ ഒരു സന്തോഷം. കുടിക്കും. ഈ സന്തോഷത്തിന്റെ കാരണം അതൊന്നും അല്ലെന്ന് എനിക്ക് അറിയാം. ചേച്ചി കാര്യം പറഞ്ഞു. അത് അനിയൻകുട്ട, എനിക്ക് തേല് കുത്തിയ വേദന കുറയാൻ വലിയ മുള്ളങ്കി കൊണ്ടുവന്ന് തന്നില്ലേ? തന്നു. രാവിലെ എന്നെ കണ്ടപ്പോ വേദനയെ കുറിച്ച് ചോദിക്കുന്നു ഞാൻ കരുതി. പക്ഷെ ഒന്നും ചോദിച്ചില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സങ്കടമായി. ആഹാ, പിന്നെന്തോറ്റി? കുറച്ചു കഴിഞ്ഞ് എന്നെ വിളിച്ച് വേദന കുറഞ്ഞു വലിയ തിരക്കിയപ്പോ എന്റെ മനസ്സങ്ങ് നിറഞ്ഞു. വെരി ഗുഡ് ചേച്ചി. ഇനിയെങ്കിലും ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. ഇതാണ് പ്രേമം എന്ന് പറയുന്ന സംഭവം. ഇതുപോലെ തന്നെ പ്രേമം വല്യൂജിന്റെ മനസ്സിലും ഉണ്ട്. അതും താമസിയാതെ ഒരു ദിവസം പുറത്തു വരും. ചേച്ചി നോക്കിക്കോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ നാളെ തന്നെ. ദേനികുട്ടാ, ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ.
ചേച്ചി കള്ളം പറയുന്നത് തെറ്റ്. സത്യം പറയുന്നത് ഒരിക്കലും തെറ്റല്ല. ഞാൻ പറഞ്ഞത് സത്യ 100%. അല്ല, എന്റെ അടുത്ത് ഇത്രയും ദേഷ്യത്തോടെ പെരുമാറുന്ന ചേച്ചി എന്തിനാ വല്യ കുഞ്ഞ് രാവിലെ സംസാരിച്ചില്ലെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നത്? അത് പിന്നെ അങ്ങനെ ചോദിച്ചാ ശരി, വേറെ ചോദിക്കാം. വല്യ കുഞ്ഞ് രണ്ടാമത് വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോ എന്തായിരുന്നു ഇത്രയ്ക്കങ്ങ് സന്തോഷിക്കാൻ? അത് പറ, കേക്കട്ടെ. ചേച്ചി, വല്യ കുഞ്ഞിന് ചേച്ചിയെ വലിയ ഇഷ്ടാ. അല്ലെങ്കിൽ രാത്രി മുള്ളങ്കിയും കൊണ്ട് ഇവിടെ വന്ന് തരാൻ നിൽക്കോ? ഏതായാലും നോക്കിക്കോ, നാളെ രാവിലെ വല്യ കുഞ്ഞ് ചേച്ചിയോട് വല്യ കുഞ്ഞിന്റെ പ്രേമം പറഞ്ഞിരിക്കും. ഇതെന്റെ വാക്കാ. അണിവാക പൂത്തൊരൻ വഴിയോരം അവിടാദ്യമായൊരൻ തണലോരം നീ പങ്കുവെച്ചു നിൻ തീരാവസന്തം ചെവിയോർത്തു നിന്നിടും ശലഭങ്ങൾ അവ കേട്ടു നിന്നു നിൻ മുകുളങ്ങൾ വിരിയുന്ന നേരത്ത് പാട്ടിൻ വസന്തം. കല്യാണി, ഈ പാവയുടെ കണ്ണുകൾക്ക് നിന്റെ കണ്ണുകളോടൊരു സാമ്യമുണ്ട്. ആദ്യം വെറും കണ്ണുകളായി എന്നിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനിയുള്ള എന്റെ ലോകം നീ ആയിരിക്കുമെന്ന്. ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത് അമ്മേന്റെ ആഗ്രഹത്തിന് സമ്മതം പറയുമെന്ന്. ഇതെന്താണ് ഒരു ഒറ്റക്കിരിപ്പ്? ഏയ്, ആഗ്രഹിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും സ്വപ്നം കാണാൻ തുടങ്ങിയതല്ലേ? പ്രണയം പോലെ സുന്ദരമാണ് പ്രണയം അറിയിക്കാനുള്ള കാത്തിരിപ്പും. പരസ്പരം അറിഞ്ഞിട്ടും പറയാതെ പോയ പ്രണയത്തിന് എന്തും നഷ്ടങ്ങളുടെ കഥയെ പറയാൻ കാണൂ. ഇതല്ലേ നീ കല്യാണിക്ക് കൊടുക്കാൻ സിംഗപ്പൂരിൽ നിന്ന് ആഗ്രഹിച്ചു വാങ്ങിക്കൊണ്ടുവന്ന ഡോള്? നിർഭാഗ്യം കൊണ്ട് അവൾക്കത് കൊടുത്തതുമില്ല, അവളോട് നിന്റെ ഇഷ്ടം പറഞ്ഞതുമില്ല. എന്നാ അമ്മയോട് ഇഷ്ടം പറയാന്ന് വെച്ചപ്പോ അതും നടന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ ഈ പാവയെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എന്റെ ഇഷ്ടം അമ്മ സമ്മതിക്കുമെന്ന ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത്. ഇനി കല്യാണിയോട് എവിടെ വെച്ച് എന്റെ പ്രണയം പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. വെരി ഗുഡ്, കൊള്ളാം. ഇത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. എന്തായാലും നീ നിന്റെ പ്രണയം കല്യാണിയോട് പറയുന്ന സ്ഥലം സൂപ്പർ ആയിരിക്കണം. എല്ലാവരും പറയുന്ന പോലെ പാർക്കോ ബീച്ചോ ഒന്നും ആയിരിക്കരുത്. ഒരു എക്സ്ക്ലൂസീവ് സ്ഥലം അങ്ങ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രണയത്തിന്റെ ഒളിമങ്ങാത്ത സ്മാരകമായ താജ്മഹലിൽ വെച്ച് കല്യാണിയോട് എന്റെ ഇഷ്ടം പറഞ്ഞാലോ? നല്ല ഐഡിയ. എന്നാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോന്നാ എന്റെ സംശയം. അതെന്താ നടന്നാല്? ഇവിടെ നിന്ന് ഡൽഹി വരെ ഒരു ഫ്ലൈറ്റില്, അവിടെ നിന്നും ആഗ്ര വരെ കാറിൽ പോവാൻ ഒരു 1.5 മണിക്കൂർ. ആഗ്രയിൽ 6 കിലോമീറ്റർ പോകുമ്പോ താജ്മഹൽ എത്തി. എല്ലാം കൂടി ഒരു 4-5 മണിക്കൂർ, അത്രയും പോരെ? കൊള്ളാം. റൂട്ടെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചല്ലേ? ശരി, എവിടെയോ ആയിക്കോട്ടെ, താജ്മഹലോ വൃന്ദാവനോ എവിടെ ആയാലും നാളെ നീ നിന്റെ പ്രണയം അവളോട് പറഞ്ഞിരിക്കണം. എന്താ, വാക്കാണോ? അത് ഞാൻ പറയും, വാക്കാണ്. ഈ പാവ സത്യമായിട്ട്. മയിൽ പീലി പോലെന്നുള്ളിൽ നിറയുന്ന പ്രാണൻ
വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ജോലിക്ക് വന്ന ഉടനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് കല്യാണി പുറത്തേക്ക് അയക്കണം. എങ്കിലേ അവളെ ഒറ്റയ്ക്ക് കിട്ടും. ഒറ്റയ്ക്ക് കിട്ടിയാലും മനസ്സ് തുറന്നെല്ലാം പറയാൻ സാധിക്കും. അതിനെന്താ ഒരു വഴി? നേർത്തൊരി മഞ്ഞും ചൂടാത്ത പൂവും തോരാത്ത മഴയും തീരായാത്രയും നേർത്തൊരി മഞ്ഞും. വല്യുവിന് ചേച്ചിയെ വലിയ ഇഷ്ടാ. ഏതായാലും നോക്കിക്കോ, നാളെ രാവിലെ വല്യുവിന് ചേച്ചിയോട് വല്യുവിന്റെ പ്രേമം പറഞ്ഞിരിക്കും. അടരാതെ ഞാനും പിരിയാതെ നീയും അടരാതെ ഞാനും നമ്മിലെ പ്രണയവും നമ്മിലെ പ്രാണനും. പറഞ്ഞു വലിയുഞ്ഞേ. ഞാൻ വിളിച്ചില്ലല്ലോ കല്യാണി. വിളിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും വിളി കേട്ടതുപോലെ കല്യാണി എത്തി. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. അത് വലിയുഞ്ഞ് വിളിച്ചതുപോലെ എനിക്ക് തോന്നി. അതാ ഞാൻ വിളിക്കാതെ തന്നെ നീ എന്റെ വിളി കേട്ടു. പിന്നെന്താ, ഞാൻ പറയാതെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നീ മനസ്സിലാക്കാത്തത്? അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ഈ ടെൻഷൻ അനുഭവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ആ കല്യാണി, നിനക്ക് വേണ്ടി എത്രയും നേരം കാത്തു നിന്നത്. എനിക്ക് വേണ്ടിയോ? വലിയുഞ്ഞ് എന്തൊക്കെയാ പറയണേ? അത് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വിളിപ്പുറത്ത് ദേവിക്ക് വെള്ളിയാഴ്ച ദീപം തെളിയിച്ച് പൂജ ചെയ്ത മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ദേവി നടത്തി തരുമെന്നല്ലേ നീ പറയാറ്? അതേ വലിയുഞ്ഞേ, വിളിച്ച വിളി കേൾക്കണ ദേവിയാ. മനസ്സിൽ ആഗ്രഹിച്ചത് ദേവി ഉറപ്പായിട്ട് നടത്തി തരും. ഓക്കെ, പക്ഷേ ഈ ദീപം തെളിയിക്കുന്നതും പൂജ ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല. നീ അമ്പലം വരെ എന്റെ കൂടെ ഒന്ന് വരണം. വലിയുഞ്ഞ് ദേവിക്ക് പൂജ ചെയ്യാൻ പോവാണോ? വലിയുഞ്ഞിന് വേണ്ടിട്ടാ? വിശ്വസിക്കാൻ പറ്റണില്ല. അതെ കല്യാണി, നീ ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി പൂജയ്ക്കുള്ള ഏർപ്പാട് നടത്ത്. ഞാനങ്ങെത്തിയേക്കാം. അതുപോലെ മതി വലിയുഞ്ഞെ, ഞാൻ ഇപ്പൊ തന്നെ പോയി പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. പെട്ടെന്ന് എത്തിയാ മതി. ശരി. അങ്ങനെ ഒരു വിധത്തിൽ കല്യാണി അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചു. കല്യാണി അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും എനിക്കും അങ്ങെത്തണം. ആനന്ദ്, എന്താ അമ്മേ? പുറത്തേക്ക് ഇറങ്ങാണോ നീ? അതെ അമ്മേ. എന്തെങ്കിലും ഒഴിവാക്കാനാവാത്ത കാര്യമാണോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്ന് അമാവാസിയല്ലേ, ഞങ്ങള് ക്ഷേത്രത്തിലൊരു പൂജയ്ക്ക് പോകാൻ ഇറങ്ങുക. നീയും പങ്കെടുക്കാനുള്ള പൂജയാ, അതാ ചോദിച്ച്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, അധികം വൈകാതെ ഞാൻ എത്തിയേക്കാം. അത് പോരാ ആനന്ദേ, ഇത് നിനക്ക് വേണ്ടി നടത്തുന്ന സ്പെഷ്യൽ പൂജയാ. ആദ്യം മുതലേ നീ ഉണ്ടാവണം. നിന്റെ കല്യാണം മുടങ്ങിയതും നിന്റെ ജോലിയോടുള്ള താല്പര്യം കുറഞ്ഞതൊക്കെ ഗുരുജിയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരമുള്ള പൂജയാണ്. അമാവാസി ദിവസം രാത്രി മുഴുവൻ ക്ഷേത്രത്തിൽ തന്നെ തങ്ങി പൂർത്തീകരിക്കാനുള്ള വിശേഷാൽ പൂജയത്. അതുകൊണ്ട് നിന്റെ പ്രോഗ്രാം ഒന്ന് നാളേക്കോ മറ്റന്നാളത്തേക്കോ മാറ്റിവെച്ചേക്ക്. എന്തുപറ്റി ആനന്ദേ? എന്താ മറുപടി ഒന്നും പറയാത്തെ? അത് അമ്മേ, ഇത് നോക്ക്, ഇന്ന് ഈ അമാവാസി പൂജ ചെയ്തില്ലെങ്കിൽ വീണ്ടും 30 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വരും. നീ ഇപ്പൊ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാ നിന്നോട് പോലും ചോദിക്കാതെ അമ്മ ഈ പൂജയ്ക്ക് ഏർപ്പാട് ചെയ്തു. അത് മാത്രമല്ല ആനന്ദേ, ഇന്ന് പൂരം നാളാ, നിന്റെ ജന്മനക്ഷത്രം. ജന്മനക്ഷത്രത്തിൽ പൂജ ചെയ്താൽ ഫലം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഗുരുജി പറഞ്ഞിരുന്നു. അതാ ഇന്ന് തന്നെ പൂജയ്ക്ക് ഏർപ്പാട് ചെയ്തേ. ശരി അമ്മ, പൂജ നടക്കട്ടെ. ചേച്ചി, ഞാൻ റെഡി. ആ, പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയല്ലേ? ആ, ഞാൻ ഇപ്പൊ നോക്കാം ചേച്ചി.
പ്ലാനിങ് എല്ലാം തെറ്റിയല്ലോ. കല്യാണി അമ്പലത്തിൽ എന്നെയും കാത്തു നിൽക്കുകയായിരിക്കും. ഇനി എന്താ ഒരു വഴി? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. വല്യുവിനെ കാണുന്നില്ലല്ലോ. എന്നോട് ക്ഷേത്രത്തിലേക്ക് പോയിക്കോ, ഉടനെ വരാന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ വൈകണേ? അല്ല, എന്തിനായിരിക്കും വല്യുവിന് പൂജ ചെയ്ത് വിളക്ക് വെക്കണമെന്ന് പറഞ്ഞത്? ഒരുപക്ഷെ കല്യാണം നടക്കാൻ വേണ്ടിട്ടായിരിക്കോ? എന്നെപ്പോലെ വല്യുവിന്റെ മനസ്സിലും നിറവേറാത്ത എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടെന്നാ തോന്നണേ. അമ്മേ മഹാമായി, വല്യുവിനെ പോലെ നല്ല മനസ്സുള്ളവര് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ആ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണേ ദേവി. ഞാനും കൂടെ പ്രാർത്ഥിക്കുക. വല്യുവിനെ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയതായിരിക്കും? ഇനി അമ്പലം അങ്ങനെ മാറിപ്പോയി കാണോ? അതിന് വഴിയില്ല. ഈ അമ്പലത്തിൽ തന്നെയാണല്ലോ വരാൻ പറഞ്ഞത്. ഞാൻ അമ്പലത്തിൽ വന്ന കാര്യമാണെങ്കിൽ മാഡം അറിഞ്ഞിട്ടില്ല. സുജാതേച്ചിക്ക് അറിയൂ. ഇനിയും വൈകിയ മാഡം തിരക്കുകയും ചെയ്യും. എന്തായാലും കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാം. വല്യുവിന് വാക്ക് പറഞ്ഞതല്ലേ, തീർച്ചയായിട്ടും വരും. അതുവരെ ലളിത സഹസ്രനാമം ചൊല്ലി ഇവിടെ തന്നെ നിൽക്കാം. ആവശ്യത്തിന് നോക്കിയാ അവളെ കാണില്ല. അല്ലെങ്കിൽ എപ്പോഴും വലിയ കുഞ്ഞേന്ന് വിളിച്ചോണ്ട് ആനന്ദിന്റെ പുറകെ നടക്കുന്നത് കാണാം. രണ്ടുപേരും ഉണ്ടല്ലോ. അവളിതുവരെ വന്നില്ലേ ആ പാചകറാണി? മാഡം, കല്യാണി എന്ന് നേരത്തെ വരുന്നതാ. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. എന്ത് പറ്റാൻ? അഹങ്കാരം അല്ലാതെന്താ? അമ്പലത്തിൽ പോകാൻ എല്ലാം റെഡിയായോന്ന് അവളോട് തിരക്കാൻ പറഞ്ഞു അഖിലേച്ചി. അതിനിടയ്ക്ക് അവൾ എവിടെയോ മേയാൻ പോയേക്കുന്നു. അല്ല, അവൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണോ? നീ അവളെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ.